തിരുവനന്തപുരം കരമനയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാമെന്ന് SBI. മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് പിന്നാലെ ബാങ്ക് നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. ഉറപ്പ് രേഖാമൂലം എഴുതി നൽകിയതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപത്തുള്ള SBI ബാങ്ക് ശാഖയ്ക്ക് മുന്നിലായിരുന്നു മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ജനറൽ ആശുപത്രിക്ക് സമീപത്തെ SBI ബാങ്കിന്റെ ശാഖയിലെത്തിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ബാങ്ക് അധികൃതരുടെ ഭീഷണിയെ തുടർന്നാണ് സതീഷും ഭാര്യ ബിന്ദുവും ആത്മഹത്യ ചെയ്തത് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മൃതദേഹങ്ങൾ ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ ഇറക്കിവെച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. VSTP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും മരിച്ച സതീഷിന്റെ ബന്ധുക്കളുമാണ് പ്രതിഷേധിച്ചത്. ബാങ്ക് വായ്പ പൂർണ്ണമായി എഴുതി നൽകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് സമരക്കാർ പറഞ്ഞു. ഇതോടെ സമരം ഏറെ നേരം നീണ്ടു. രണ്ടാഴ്ചക്ക് മുമ്പേ പോലീസ് സഹിതം ഇവരുടെ വീട്ടിൽ പോയ സമയത്ത് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവർ തിരിച്ചുപോയി. അവസാനമായിട്ട് അവർ ഇന്നാണ് പറഞ്ഞിരുന്നത് ഇന്നിവിടെ ഹാജരാവണം, ഇന്ന് ജപ്തി ചെയ്യുമെന്ന്. ഇന്ന് രണ്ടുപേരെയും ഞങ്ങളിവിടെ ഹാജരാക്കിയിട്ടുണ്ട്. SBI ബാങ്കുകാർക്ക് ഒരു സൂചന തരുന്നു, എൻ്റെ സഹോദരങ്ങൾ ഈ മുറ്റത്തുണ്ടാകും. മണിക്കൂറുകൾ കഴിയും തോറും ആളുകൾ തിങ്ങിക്കൂടും. ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഈ റിക്കവറി നിങ്ങൾ ഈ കിടക്കുന്ന സഹോദരങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്തോ, നിങ്ങൾക്കിത് ഏറ്റെടുത്തോ. ഇതിനപ്പുറം അവരെ കുടുംബത്തെയോ ബന്ധുക്കളെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇതൊരു താക്കീതാണ്. SBIയുടെ അവസാനത്തെ പോരാട്ടമായിരിക്കും. SBI മിനിമം മാന്യത കാണിക്കണം. ഏറെ നേരം നീണ്ട സമരത്തിന് പിന്നാലെ ബാങ്ക് അധികൃതർ സമരക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ജപ്തി നടപടികൾ നിർത്തിവെച്ച് 20 ദിവസത്തിനകം ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാമെന്ന വ്യവസ്ഥയിൽ സമരം അവസാനിപ്പിച്ചു. ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. നമ്മുടെ ചർച്ച SBIയുടെ റീജിയണൽ മാനേജർ, റിക്കവറി മാനേജരെല്ലാം പങ്കെടുത്തു. പോലീസിൻ്റെ അധികാരികളും പങ്കെടുത്തു. അതിൽ ഈ മരണപ്പെട്ട ആളുകളുടെ പേരിലുള്ള ലോണ് 5 ലോണുകളാണ് എടുത്തിട്ടുള്ളത്. അത് 20 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് എഴുതിത്തള്ളാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ എൻ്റെ റിക്വസ്റ്റ് ചർച്ചയിൽ പങ്കെടുത്തവരെ കൊണ്ട് റിക്വസ്റ്റ് കൊടുക്കുകയും ഹൈദരാബാദിൽ നിന്ന് ഇത് കുറവേണ കാര്യം അവർ റിക്കമെൻഡ് ചെയ്ത് റീജിയണൽ മാനേജർ എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് 20 ദിവസമാണ് അവർ ആവശ്യപ്പെട്ടത്. അതിൽ നിന്ന് ഈ ലോൺ ഒഴിവാക്കി. സമരം അവസാനിപ്പിച്ചതിന് ശേഷം ദമ്പതിമാരുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി സ്വവസതിയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസമാണ് കോർപ്പറേഷൻ കരാറുകാരനായ കരമന സ്വദേശി സതീഷിനെയും ഭാര്യ ബിന്ദുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീഷിന്റെ മൃതദേഹം കഴുത്തർത്ത നിലയിലും ഭാര്യയുടേത് തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ബാങ്ക് ജപ്തി നടപടികളുടെ പേരിൽ മാനസിക സംഘർഷത്തിലായിരുന്നു ഇരുവരുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. റിക്കവറി നടപടികളുമായി ബാങ്ക് അധികൃതർ ആരംഭിച്ചതോടെ ഇരുവരും ആത്മഹത്യയിൽ അഭയം തേടിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ജനം, തിരുവനന്തപുരം.